ഇവിടെ ആൻഡ്രൂ മാഷ് എനിക്ക് സുപരിചിതനായ ആളാണ്. മറ്റം ഹൈസ്കൂളും എനിക്ക് സുപരിചിതമായ ഒരു കേന്ദ്രമാണ്. പലവട്ടം ഞാൻ അവിടെ വന്നിട്ടുള്ള ആളാണ്. പല അധ്യാപകന്മാരും വിരമിക്കുന്ന വേളകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആൻഡ്രൂ മാഷുടെ റിട്ടയർമെൻറ്റ് നാട്ടുകാരെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നാട്ടുകാർ ആൻഡ്രൂ മാഷെ ഏറ്റെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ആൻഡ്രൂ മാഷെ നാട്ടുകാർക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ നാട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് ആൻഡ്രൂ മാഷെ ആവശ്യമുണ്ട്? ഇതൊരു ചോദ്യമാണ്. ആൻഡ്രൂ മാഷ് ഒരു നല്ല അധ്യാപകനാണ്. ഒരു നല്ല അധ്യാപകൻ എങ്ങനെയുള്ള ആളായിരിക്കണം? ഞാൻ പല സന്ദർഭങ്ങളിലും ഞാനൊരു അധ്യാപകനായിരുന്ന ആളാണ് എന്ന് പറയാൻ വിട്ടുപോയി. കവി എന്നൊരു ബിരുദമൊക്കെ എൻ്റെ പേരിൻ്റെ മുമ്പിൽ ചാർത്തിയത് ഒരു വിഡിത്താണ്. ഞാൻ 66 കൊല്ലം അധ്യാപകനായ ആളാണ്. അതായത് റിട്ടയർ ചെയ്തിട്ടും പിന്നെയും അധ്യാപനത്തിൽ ഇന്ന് 66 കൊല്ലം മലയാള ഭാഷ കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന രീതിയിൽ അറിയപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. മറ്റേ വിശേഷണം എനിക്ക് പറ്റിയതല്ല എന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ നല്ല അധ്യാപകൻ ആരാണ് എന്ന് ഞാൻ പലപ്പോഴും പല വേദികളിലും കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ പറയാറുള്ള മറുപടി നല്ല അറിവുള്ള ആളാണ് നല്ല അധ്യാപകൻ എന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞു അത് ശരിയല്ല. നല്ല അറിവുള്ള ആൾക്ക് നല്ല അധ്യാപകനാവാൻ സാധിച്ചു എന്ന് വരില്ല. നല്ല അധ്യാപകനാകുന്ന ആൾക്ക് അറിവല്ല പ്രധാനമായിട്ട് വേണ്ടത്. ഉള്ള അറിവ് എന്താണോ അത് കുട്ടികളിലേക്ക് പകരാനുള്ള കഴിവാണ്. എങ്ങനെ പകരാനുള്ള കഴിവ്? ഹൃദ്യമായിട്ട് കുട്ടികളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹൃദ്യമായിട്ട് അവരറിയാതെ തന്നെ തൻ്റെ ഹൃദയം അവരിലേക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു കഴിവാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല അധ്യാപകൻ ഉണ്ടാവേണ്ടത് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നല്ല അധ്യാപകൻ്റെ ക്ലാസ്സിൽ ചുമരുകൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പുസ്തകത്തിന് ചട്ടകളും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല ചിലപ്പോൾ പുസ്തകവും കൂടി ഉണ്ടാവില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, ഗുരുവിനും ശിഷ്യനും മധ്യത്തിൽ പുസ്തകം ഗുരുതരമായ തടസ്സമല്ലോ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പാഠപുസ്തകത്തിന് അപ്പുറത്ത് ലോകത്തിൻ്റെ വിശാലതയിലേക്ക് പാഠപുസ്തകത്തിലെ വരികളിലൂടെ പാഠപുസ്തകത്തിലെ പ്രമേയത്തിലൂടെ വിദ്യാർത്ഥിയെ കൊണ്ടെത്തിക്കുന്നവനാണ്, ആ വിശാലമായ ലോകത്തിലേക്ക് വിദ്യാർത്ഥിയെ നയിക്കുന്നവനാണ് ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ ക്ലാസ് മുറികളിൽ ഒതുങ്ങി നിന്ന് പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങി നിന്ന് മാത്രം വെറും ഒരു അധ്യാപനം എന്നുള്ളതൊരു പ്രഹസനമാക്കി മാറ്റുന്ന രീതി ഞാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. അതുകൊണ്ട് ആൻഡ്രൂ മാഷെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറികളിൽ ചുമരുകളില്ല, അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകത്തിന് ചട്ടകളില്ല. ഒരു പക്ഷേ അദ്ദേഹം പുസ്തകമേ ഇല്ലാതെയാണ് കുട്ടികളെ പഠിപ്പിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. ഒരു നല്ല അധ്യാപകൻ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികളിലേക്ക് സംക്രമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ മുക്കുവൻ വല വീശുന്നത് പോലെ തൻ്റെ ഹൃദയം ആ കുട്ടികളിലേക്ക് സംക്രമിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് വെല്ലടിച്ചു കഴിഞ്ഞാൽ ആ വല വലിച്ചു പോരുന്ന പോലെയുള്ള ഒരു വേദനയോടുകൂടി ക്ലാസ് മുറിയിൽ നിന്ന് പോകുക. ഇതാണ് അധ്യാപകൻ ചെയ്യുക. നല്ല അധ്യാപകൻ ബെല്ലടിച്ചത് കേട്ടിട്ടുണ്ടാവില്ല. നല്ല അധ്യാപകൻ ചുറ്റുപാടും നടക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നല്ല വിദ്യാർത്ഥിയും. അപ്പോൾ ക്ലാസ് മുറികളിൽ പഠന വിഷയവുമായിട്ട് ഐക്യപ്പെടുന്ന ഒരു രീതി ഏത് അധ്യാപകൻ പാലിച്ചിട്ടുണ്ടോ ആ അധ്യാപകനെ ഒരു കാലത്തും കുട്ടികൾ മറക്കില്ല എന്നുള്ളതാണ് സത്യം. അല്ലാതെ തല്ലിയത് കൊണ്ടോ അത് ചീത്ത പറഞ്ഞത് കൊണ്ടോ ഒന്നും അല്ല കുട്ടികൾ അധ്യാപകനെ വെറുക്കുന്നതും ഓർക്കുന്നതും. നേരെ മറിച്ച് അധ്യാപകൻ തന്നിലേക്ക് പടർന്നത് എങ്ങനെയാണ്, തൻ്റെ ഹൃദയത്തിലേക്ക് അധ്യാപകന് കയറിയിരുന്നത് എങ്ങനെയാണ്,
തൻ്റെ ഹൃദയത്തിൽ അധ്യാപകന് സ്ഥാനമുണ്ടായത് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകനെ ഒരു വിദ്യാർത്ഥി വിലയിരുത്തുന്നത്, പിൽക്കാലത്ത് പ്രത്യേകിച്ചും. അങ്ങനെ വരുമ്പോൾ ആൻഡ്രോ മാസ്റ്ററുടെ ക്ലാസ് മുറികൾ സജീവങ്ങളായിരുന്നു. കുട്ടികളെല്ലാവരും കേന്ദ്രീകൃതമായ രീതിയിൽ ആ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്നും അന്നും ഇന്നും എന്നും ഓർക്കുന്ന ഒരു അവസ്ഥ കുട്ടികളിൽ സംജാതമായി എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് പല പുതിയ ടെക്നിക്കുകളും അറിയും. ഈ അധ്യാപനത്തിൻ്റെ രംഗത്ത് പല ടെക്നിക്കുകളും അറിയുന്ന ആളാണ് അദ്ദേഹം. ഒരു ഉദാഹരണം ഞാൻ പറയാം. അത് മറ്റേ ഹൈസ്കൂളിലുണ്ടായ കാര്യമല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിദ്യാവിഹാർ എന്ന് പറഞ്ഞിട്ട് കാക്കശ്ശേരി ഒരു ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയമുണ്ട്. ആ വിദ്യാലയത്തിൽ ഒരിക്കൽ ഗാന്ധി ജയന്തി ദിവസം ആൻഡ്രോ മാഷാണ് അതിന് പിന്നിലെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആൻഡ്രോ മാഷ് നിർദ്ദേശപ്രകാരം ഗാന്ധിജിയുടെ ജീവിത കഥ നോൺ സ്റ്റോപ്പായിട്ട് കുട്ടികൾ ഒരു 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഓരോ കുട്ടിയും 5 മിനിറ്റ് 10 മിനിറ്റ് വീതം ഗാന്ധിജിയുടെ ജീവിതകഥയിലെ പല ഭാഗങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരു സന്ദർഭം ഗുരുവായൂർ വെച്ച് ഉണ്ടാവുകയുണ്ടായി. അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് പോയ ആൾ ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലോണം അറിയാം. അത് ഒരു കുട്ടി സംസാരിച്ചു, ഗാന്ധിജിയുടെ ജനനത്തെക്കുറിച്ച് സംസാരിച്ചു, വേറെ കുട്ടി വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ഗാന്ധിജിയുടെ ജീവചരിത്രം മുഴുവനായിട്ട് ആ ഒരു 5-8 മണിക്കൂറിനുള്ളിൽ കുട്ടികളിലൂടെ ഉണ്ടാക്കിയെടുത്തു എന്നത് എൻ്റെ സമാപനം PN ഗോപികൃഷ്ണനാണ് അവസാനിപ്പിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ളൊരു ആസൂത്രണം ചെയ്തത് ആൻഡ്രോ മാഷാണ്. അത് അസാധാരണമായൊരു ആസൂത്രണമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗാന്ധിജിയെ മനസ്സിലാക്കുക എന്നത് ഈ പുസ്തകം വായനയിലൂടെ അല്ലാത്ത രീതിയിലും കുട്ടികളെ മനസ്സിലാക്കിക്കാം എന്ന് ഒരു രീതി, ഒരു സമ്പ്രദായം സ്വീകരിച്ചത് ആൻഡ്രോ മാഷായിരുന്നു. ഇതേപോലെ പല രീതികളും അദ്ദേഹം അവലംബിക്കാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ കോവിലിനെ സംബന്ധിച്ചിടത്തോളം കോവിലൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തകൻ എന്ന രീതിയിൽ ആൻഡ്രോ മാഷ് ആദ്യകാലം മുതൽ തന്നെ സജീവമായിരുന്നു എന്നെനിക്കറിയാം. കോവിലൻ ജീവിച്ചിരുന്ന കാലത്തും അതിന് ശേഷവും കോവിലൻ കൃതികളുമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളിലും അതുപോലെ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആൻഡ്രോ മാഷ് ചെയ്ത പ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ട്. അങ്ങനെ സാംസ്കാരിക രംഗത്തും അദ്ദേഹം ധാരാളം കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെയാണ് സാമൂഹികമായ, ഇവിടെ പറഞ്ഞു കേട്ട ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. സാമൂഹികമായ രംഗത്ത് അദ്ദേഹം ചെയ്ത സംഭാവനകൾ, ത്യാഗങ്ങൾ നമ്മൾ ഓർക്കുക. അപ്പോൾ ഒരു വ്യക്തിയെ സമൂഹം ഓർക്കുന്നത് ആ വ്യക്തിയുടെ സദ്ഭാവങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കും, ത്യാഗത്തെ ഓർത്തുകൊണ്ട്, അറിവിനെ ഓർത്തുകൊണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, നന്മയുടെ കുറേ കാര്യങ്ങളെ ഓർത്തുകൊണ്ടായിരിക്കും ഒരു സമൂഹം എല്ലായ്പ്പോഴും ഒരാളെ ഓർക്കുന്നത്. അപ്പോൾ ആൻഡ്രോ മാഷ് സമൂഹം ഓർക്കുന്നത് ആ അടിസ്ഥാനത്തിലാണ്. സമൂഹം ഇപ്പോഴും ആൻഡ്രോ മാഷെ തന്നെ സമൂഹത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. സമൂഹത്തിലേക്ക് മുഴുവനായിട്ടും എടുത്തിരിക്കുകയാണ് ഇന്ന്. സമൂഹത്തിന് പലതും ആൻഡ്രോ മാഷിൽ നിന്ന് കിട്ടേണ്ടതുണ്ട് ഇനിയും. വിദ്യാഭ്യാസ സംബന്ധമായത്, സാംസ്കാരികമായത്, സാമൂഹികമായത്, അങ്ങനെ പലതും കിട്ടേണ്ടതുണ്ട്. മാത്രമല്ല മാഷും പലതും നേടിയെടുക്കാൻ ഇനിയും സന്നദ്ധനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മാഷക്കൊരു ഡോക്ടറേറ്റ് വേണം എന്ന് തോന്നിയിട്ട് കുറച്ചു കാലമായിട്ടുണ്ട്. അതിനുള്ള പരിശ്രമത്തിലാണ് മാഷ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കോവിലൻ്റെ കൃതികളിൽ തന്നെയാണ് അതിനെ അവലംബമാക്കിയതെന്നാണ് എൻ്റെ ധാരണ. അതിനെ കോവിലൻ കൃതികളിലെ ഭാഷാരീതിയെ, അതിൻ്റെ ഗോത്രവർഗ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പഠനം നടത്തിയിട്ട് ഒരു റിസർച്ച് പ്രബന്ധം തയ്യാറാക്കി ഡോക്ടറേറ്റ് കരഗതമാക്കാനുള്ള പരിശ്രമം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ തന്നെ ഒരു ശിഷ്യനുണ്ട്, ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ പ്രിൻസിപ്പാളായിട്ട് റിട്ടയർ ചെയ്ത ഒരു രാധാകൃഷ്ണ പിഷാരടിയുണ്ട്. അദ്ദേഹം MSc മാത്തമാറ്റിക്സിൻ്റെ ആളാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം MA മലയാളം പാസ്സായി, MCA പാസ്സായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ സൈക്കോളജി MSc സൈക്കോളജിയും പാസ്സായി എന്ന് അദ്ദേഹം എന്നെ വിളിച്ച് പറയേണ്ടായി. റിട്ടയർ ചെയ്തതിന് ശേഷം 3 ബിരുദം അദ്ദേഹം എടുത്തു എന്നുള്ളതാണ് കാര്യം.
അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നു, നല്ലത് തന്നെ. അതേ സമയത്ത് ആൻഡോ മാഷ് വ്യക്തിപരമായിട്ട് വളരുന്നതോടൊപ്പം തന്നെ സമൂഹത്തെയും തന്നോടൊപ്പം വളർത്താനുള്ള ശ്രമത്തിൽ ജാഗരൂകനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കഥ അറിയുന്നവർക്ക് അതെല്ലാം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ആൻഡോ മാഷ് വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് വിദ്യാലയത്തിന് വലിയ നഷ്ടം തന്നെയാണ്. മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് വെച്ചാൽ മലയാള ഭാഷാ മഹോത്സവമാണല്ലോ നമ്മളിവിടെ ഇപ്പോൾ ആചരിക്കുന്നത്. ആൻഡോ മാഷ് മലയാള ഭാഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധേയങ്ങൾ തന്നെയാണ്. പക്ഷേ കേരളം ഉണ്ടായതിനു ശേഷം 1950 ഐക്യ കേരളം വന്നതിന് ശേഷം ഏതാണ്ട് ദശാബ്ദങ്ങൾ തന്നെ കഴിഞ്ഞിട്ടും ഇപ്പോഴും മലയാളം നമ്മുടെ ഭരണഭാഷയാക്കണം എന്ന് പറയാനും അത് ആക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാനും നമ്മുടെ ഇടയിൽ തന്നെ ആളുകളുണ്ട് എന്ന ദുഃഖസത്യം നമ്മൾ മറന്നുകൂടാ. മലയാളത്തിലെ അക്ഷരമാല അറിയാത്ത ആളുകൾ ഇപ്പോഴും നമുക്കുണ്ട്. മലയാളത്തിലെ അക്ഷരങ്ങൾ കൃത്യമായിട്ട് ഉച്ചരിക്കേണ്ടത് എങ്ങനെയെന്നറിയാത്ത ആളുകളും നമുക്കിടയിലുണ്ട്. പരീക്ഷ കടലാസിൽ 12ഉം 20ഉം തെറ്റ് പേപ്പറിൽ ഉണ്ടാവുന്നു എന്നത് ദുഃഖകരമായ സത്യമാണ്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഈ മലയാളം രക്ഷപ്പെടുമോ എന്ന് തോന്നുന്നു. അപ്പോൾ മലയാള മഹോത്സവം കൊണ്ടാടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ദുഃഖസത്യത്തെ കാണേണ്ടതുണ്ട്. മലയാളത്തോട് എന്തുകൊണ്ടോ ഒരു അവർഷൻ നമുക്ക് അറിയാതെ ഉണ്ടാവുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ആ അവർഷൻ പണ്ടുള്ളതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം എന്ന് വെച്ചാൽ 40കളിലാണ്. ആ 40കളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളേ ഇല്ല. പാവർട്ടി സെൻറ്റ് ജോസഫ് ഹൈസ്കൂളുണ്ട്, പിന്നെ കുന്നംകുളത്ത് ഗവൺമെൻറ് ഹൈസ്കൂള്, ചാവക്കാട് ഒരു ബോർഡ് ഹൈസ്കൂൾ, ഇത്രയേ ഉള്ളൂ. കുന്നംകുളമൊക്കെ കൊച്ചി സീമയിലാണ് വരിക. അന്ന് ഇംഗ്ലീഷ് മീഡിയമല്ല, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. എല്ലാവരും മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അങ്ങനെയുള്ള മലയാളം മീഡിയത്തിൽ പഠിച്ച ആളുകൾക്ക് ആർക്കും മലയാളത്തിൽ ഉച്ചാരണ വൈകല്യം ഉണ്ടായിട്ടില്ല, അക്ഷരമാല അറിയാതിരുന്നിട്ടില്ല. ഇതൊക്കെ ശരിയാണ്. അതിനുശേഷം ഞാൻ പഠിപ്പിച്ചു കുറേ കാലം. ആ പഠിപ്പിച്ച കാലത്തും ആ പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ചെറിയ ക്ലാസ്സിൽ തന്നെ അക്ഷരമാലയൊക്കെ ഉറപ്പിച്ച അക്ഷരമാലയെ 8ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വർണ്ണവ്യവസ്ഥയെ വ്യക്തമായി ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ക്ലാസ് മുറികളിൽ പഠന സമ്പ്രദായം ഉണ്ടായിരുന്നു ആ കാലത്ത്. അതുകൊണ്ട് ആ കാലത്തും ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരവസ്ഥ മലയാള ഭാഷയ്ക്ക് വന്നിരുന്നില്ല. ഇപ്പോൾ മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛം എന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഭാഷാഭിമാനത്തിൻ്റെ കാര്യത്തിൽ കേരളീയർ വളരെ പിന്നിലാണ് എന്ന് പണ്ടേ അറിയാം. എന്നാലും ഇത്രയേറെ ഭാഷയുടെ പേരിൽ എന്താ പറയേണ്ടത്, അഭിമാനമില്ലാത്തവരായി നമ്മൾ മാറുന്നത് മഹാ കഷ്ടമാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി തമിഴിലേ പ്രസംഗിക്കുള്ളൂ. അയാളുടെ നാട്ടിൽ അല്ല, എവിടെ ചെന്നാലും തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി തമിഴിലേ പ്രസംഗിക്കുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റു ആളുകൾ എവിടെ ചെന്നാലും ആ സ്വന്തം ഭാഷയിലല്ല സംസാരിക്കുക, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. കാരണം ഇംഗ്ലീഷ് ലോകഭാഷയാണ്, എല്ലാവർക്കും മനസ്സിലാവട്ടിച്ചിട്ടാണ്. പക്ഷേ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിക്ക് ഇംഗ്ലീഷ് അറിയായികയല്ല, പക്ഷേ അദ്ദേഹം തമിഴിലെ സംസാരിക്കും. അത് ഭാഷാഭിമാനത്തിൻ്റെ പേരിലാണ്. ആ ഭാഷാഭിമാനം തെറ്റാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ ഭാഷാഭിമാനം എന്നൊക്കെ പറയുന്നത് നിസ്സാരമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ന്യായീകരിക്കാനും സാധൂകരിക്കാനും ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. എന്തായാലും മലയാളത്തിൻ്റെ സാധുവായ മലയാള ഭാഷയുടെ അവസ്ഥ മഹാകഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ സന്ദർഭത്തിൽ ആൻഡോ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലയാള ഭാഷയ്ക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുന്ന ആളാണ് എന്ന് ഞാൻ അറിയുന്നു. ഭാഷാ പഠനം വളരെ കേമമായി നടക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ട് മലയാള ഭാഷയിൽ പുതിയ ഉണർവുണ്ടായി എങ്കിൽ അതൊരു ഭാഗ്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വേറെ ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് പറയാൻ പറ്റുന്ന സന്ദർഭമല്ല എന്നുള്ളത് കൊണ്ട് ഞാനതൊക്കെ ഒഴിവാക്കുകയാണ്. മലയാള ഭാഷ രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന 66 കൊല്ലം മലയാള ഭാഷയെ സ്നേഹിച്ച് പഠിപ്പിച്ച ഒരാൾ എന്ന രീതിയിൽ
ആ ഭാഷ രക്ഷപ്പെട്ട് കാണണം എന്ന് ആഗ്രഹമുള്ള ഒരാളെന്നുള്ളതുകൊണ്ട് മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചൂണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിക്കുന്നത് ഒന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മതൻ ഭാഷ താൻ എന്ന് പാടിയ മഹാകവിയുടെ നാട്ടിൽ ആ മഹാകവിയുടെ മാതൃഭാഷയ്ക്ക് ഇത്തരമൊരു അപജയാവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആൻഡ്രൂ മാഷുടെ ജീവിതത്തിന് ധാരാളം ഈ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയാം. ഈ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾ നേരുമ്പോഴാണ് ഒരാളുടെ കഴിവ് കൃത്യമായിട്ട് മുന്നോട്ട് വരുള്ളൂ. തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടാവണം. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ പ്രതിഭ ഉണരുക. അതുകൊണ്ട് ധാരാളം നല്ല തടസ്സങ്ങൾ ആൻഡ്രൂ മാഷ് ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ധാരാളം പ്രവർത്തന പുരോഗതി അദ്ദേഹത്തിനുണ്ടാവട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.